ഏവർക്കും ഡേയ്സ് ഇൻ ട്രാവൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് 19ാമത് ഊട്ടി റോസ് ഷോ നടക്കുന്നിടത്താണ്. 12 ഏക്കർ വിസ്തൃതിയുള്ള ഊട്ടി റോസ് ഗാർഡനിലാണ് റോസ് ഷോ നടക്കുന്നത്. നമ്മൾ ഗേറ്റ് കടന്ന് നേരെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കാഴ്ചകളുടെ മാസ്മരിക ലോകം നമുക്ക് മുമ്പിലുള്ളത്. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഈ കാഴ്ച കാണാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് നോക്കാം. ഈ പ്രാവശ്യത്തെ മെയിൻ മോട്ടോ സേവ് വൈൽഡ് ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട നിർമ്മിതികൾ അതല്ലെങ്കിൽ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. അതിൻ്റെ കൂടെ റോസ് ഷോയുടെ കാഴ്ചകളുണ്ട്. നമ്മൾ ഇന്ന് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും റോസ് ഷോക്കാണ്. ഇതൊരു ഭീമാകാരമായ ഒരു പക്ഷിയുടെ ഒരു രൂപമാണ് ഇവിടെ ഉള്ളത്. മുഴുവൻ റോസ് കൊണ്ടുണ്ടാക്കിയതാണ്. വൈറ്റ് റോസും റെഡ് റോസുമാണ് മെയിനായിട്ടുള്ളത്. അതിന് മുമ്പിലായിട്ട് ചെറിയൊരു പൂക്കളം ഇതിൻ്റെ മുമ്പിലുണ്ട്. ഇത് അവിടെയുള്ള വിൽപ്പനക്ക് വെച്ചിട്ടുള്ള റോസുകളാണ്. നമുക്കിത് റോസൊക്കെ വാങ്ങി കൃഷി ചെയ്യാനൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അവിടെ റോസ് ഗാർഡൻ ആണല്ലോ, അതിൻ്റെ കാഴ്ചകളും അവിടെ ഉണ്ട്. പിന്നുള്ളത് ഈ 2 ഡെക്കുകളാണ്, വൈറ്റും റെഡും യെല്ലോ റോസുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അതാണ്. ഇനി ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പൂക്കുട. വളരെ മനോഹരമാണ് ഈ കാഴ്ചകൾ ഓരോന്നും. ഇവിടുന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. റോസ് ഗാർഡൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച. 2 ഇണക്കുരുവികൾ യെല്ലോ റെഡ് റോസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് മെയിൻ കാഴ്ച, ഒരു ആനയും ആനക്കുട്ടിയും. ഇവിടെ അതിൻ്റെ ഒപ്പം മറ്റു ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. വരയാടുണ്ട്, ഒരു കാട്ടുപോത്താണ്, ഇന്ത്യൻ ഗൗർ വരയാട്. ഇവിടെയാണ് ഈ കാഴ്ചകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. വരയാടുണ്ട്, കാട്ടുപോത്തുണ്ട്, കലമാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുറത്തു കൂടെ ഒന്നും കൂടി പോയി നോക്കാം. ഈ റോസ് ഗാർഡൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. തട്ടുകളായിട്ടാണ് റോസ് ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ വിവിധ ഇനം റോസിൻ്റെ കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംരക്ഷണവും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സീസൺ അനുസരിച്ച് സീസൺ മനസ്സിലാക്കി നന്നായി ഫ്ലവറുള്ള ടൈം നോക്കിയിട്ട് വേണം പ്രധാനമായും റോസ് ഗാർഡനിൽ എത്താൻ. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ കാഴ്ചകൾ കാണാൻ സാധ്യമാവുകയില്ല. കാരണം പലപ്പോഴും നമ്മൾ വരുമ്പോൾ റോസിന് ഫ്ലവറുകളൊന്നും ഉണ്ടാവില്ല. വെറുതെ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ തിരിച്ചു പോരേണ്ട ഒരവസ്ഥ പലപ്പോഴും മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സീസൺ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ എത്താൻ. ഒരു 2-2.5-3 മണിക്കൂറോളം നമുക്കിത് ശരിക്കും നടന്ന് കാണാനുണ്ടാവും. ഓരോന്നിനെ കുറിച്ച് അറിഞ്ഞിങ്ങനെ നടക്കണമെങ്കിൽ. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഏതായാലും റോസ് ഗാർഡൻ കാണുക എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് റോസ് ഷോ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ ഒന്ന് വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. വീണ്ടും നമുക്ക് നമ്മുടെ റോസ് ഷോയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്താം. കാരണം റോസ് ഗാർഡൻ കാണാത്ത ആളുകൾക്ക് വേണ്ടി ഇതൊന്ന് ഓട്ട പ്രദർശനമാണ്. ഇതാണ് ആ 2 ഇണക്കുരുവികൾ. സേവ് വൈൽഡ് ലൈഫിന് ഉള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ മെയിൻ മോട്ടോ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ കാഴ്ചകളാണ്. ഫുൾ ഫ്ലവറിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, റോസ് ഫ്ലവർ മാത്രം. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന 100ാം ഫ്ലവർ ഷോയുടെ ഓർമ്മക്കായിട്ടാണ് ഈ റോസ് ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. ഈ വർഷം നടക്കുന്നത് 19ാമത്തെ റോസ് ഷോയാണ്. ഇന്ത്യൻ ഗൗറാണിത്, കാട്ടുപോത്ത്. ഫുൾ ഫ്ലവറാണ്. നമ്മൾ തിരിച്ചു പോരുകയാണ്. കാരണം ഇനി നമുക്ക് ഫ്ലവർ ഷോയും കൂടിയും കണ്ടിട്ട് വേണം തിരിച്ച് നാട്ടിലേക്ക് പോകാൻ. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
സഞ്ചാരികൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ KSRTC ബസ്സുകളിലും മറ്റു ബസ്സുകളിലുമായിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാനുള്ള, ഇവിടെ ഓരോ സ്ഥലങ്ങളും സന്ദർശിക്കാനുള്ള നല്ല അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ട്. കുട എടുത്തിട്ടില്ല. ഏതായാലും നമ്മൾ ഈ ഊട്ടി റോസ് ഷോയോട് വിട പറയുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി സഹകരിക്കുക. താങ്ക് യു ആൾ.